ഹായ് ഓൾ, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ട് എടുത്ത് നോക്കും. സെൻസിബിൾ പോലത്തെ പ്ലാറ്റ്ഫോമിനകത്ത് അത് റൈറ്റിംഗ് എല്ലാം നോക്കിയിട്ട് ഇതാണ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് എന്നെല്ലാം പൊതുവെ കണ്ടിട്ട് അത് ആ രീതിയിൽ ട്രേഡ് ചെയ്യാറുണ്ട്. സോ ഇതിനകത്ത് വേറൊരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാനും അതുവഴി നമുക്ക് ഗുഡ് റിസ്ക് റിവാർഡുള്ള ട്രേഡ്സിലേക്കും കയറാൻ സാധിക്കും. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഏകദേശം 100 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പിലാണ്. നമുക്കറിയാം ഏകദേശം ഇന്നലെ 19,000 റേഞ്ചിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഫെഡിന്റെ ഓവർനൈറ്റ് ഇവന്റിന് കാരണം മാർക്കറ്റിൽ അത്യാവശ്യം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരികയും അതിനുശേഷം ഒരു ഷോർട്ട് കവറിങ് വരികയും ചെയ്തു. പക്ഷേ ഈ ഷോർട്ട് കവറിങ് വരുമ്പോൾ നോർമലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിപ്പ് ആവേണ്ടതിന് പകരം ഐ കുഡ് സി 9:15 തൊട്ട് പ്രീമിയം അറൗണ്ട് ഒരു 40 റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഇവിടെ സെല്ലേഴ്സ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഓപ്ഷൻ സെല് ചെയ്യാനായിട്ട് ആഹ് എന്താണ് അവർക്കൊരു ഫിയർ ഇല്ലായിരുന്നു എന്നാണ്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ട്രേഡിൽ കയറിയിരുന്നു. സോ കറൻ്റ്ലി നിങ്ങൾക്ക് കാണാം എറൗണ്ട് ഒരു 35 ആവറേജിനാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഇനീഷ്യലി ഒരു സ്മോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ബട്ട് ദെൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എനിക്കൊരു സ്പ്രെഡ് ഉണ്ടായിരുന്നു. 250 കോള് കൂടെ ഞാൻ ബൈ ചെയ്തിരുന്നു. സോ അതിനകത്ത് നിന്ന് ഞാൻ ഹെഡ്ജ് ചെയ്ത് അത് എക്സിറ്റ് ആയി. ഇവൻച്വലി ഞാൻ ഇപ്പോൾ ഇതൊരു നേക്കഡ് ഓപ്ഷനായിട്ട് സെല് ചെയ്തിരിക്കുകയാണ്. സോ എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാർക്കറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായെങ്കിലും ഐദർ സൈഡ് വേസ് നിൽക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഈ റൈസിങ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സെല്ലേഴ്സ് വളരെ കംഫർട്ടബിളി ഓപ്ഷൻ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് കറൻ്റ്ലി ഞാൻ ട്രെയിൽ ചെയ്തിരിക്കുന്നത് എബോവ് 38 ആണ്. സോ ഇൻ കേസ് ഐ വിൽ ഗെറ്റ് ടു ഏൺ അറൗണ്ട് 20 പോയിന്റ്സ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഞാൻ എക്സിറ്റ് ആവും. സോ വിൽ കീപ് യു പോസ്റ്റഡ്. താങ്ക് യു. സോ നിങ്ങൾക്ക് കാണാം, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റിൽ ആ ഡിപ്പ് വന്നിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് സെൽ ഓഫ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ഏകദേശം മോർ ദാൻ 10 പോയിന്റ്സ് പ്രോഫിറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് നോട്ട് റിയലി തീറ്റ, ബട്ട് ദെൻ ഇതൊരു ഐ ക്രഷ് കാരണം ഉണ്ടായതാണ്. കാരണം ടൈം ഇപ്പോഴും ജസ്റ്റ് 9:51 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ഒരു കൂൾ ഓഫ്, അതായത് മാർക്കറ്റിൽ ഈ ഗ്യാപ്പ് അപ്പിന് ശേഷം കണ്ടിന്യൂസ് അപ് ട്രെൻഡ് പോയപ്പോൾ ഒരു ഉണ്ടായ കോൾ സൈഡ് സ്പൈക്ക് ഇപ്പോൾ കൂൾ ഓഫ് ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് അറൗണ്ട് ഒരു 5,000 പ്രോഫിറ്റ് ഉണ്ടായി. ജസ്റ്റ് ഒരു ഡെമോ ട്രേഡാണ്. സോ ഇതിപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യും. കാരണം ഇനിയിപ്പോൾ ട്രെയിൽ ചെയ്ത് എക്സിറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം അത്യാവശ്യം നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡ് ഇവിടെ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.